ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് നമുക്ക് തുടങ്ങാം. അതിനു മുമ്പേ നമ്മുടെ ഒരു തെറ്റ് പറയാനുണ്ട്. തെറ്റല്ല, അത് ആക്ച്വലി അതൊരു നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു കുഴഞ്ഞു പോയതാണ്. നമ്മുടെ സുബ്രഹ്മണ്യൻ്റെ വാഹനം, അത് ആക്ച്വലി നമ്മുടെ സുബ്രഹ്മണ്യൻ്റെ വാഹനം, ധ്വജവാഹനം എന്ന് പറയുന്നത് ഏതാണ്? അത് കോഴിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ധ്വജവാഹനം കോഴിയാണ്, സുബ്രഹ്മണ്യൻ്റെ വാഹനം മയിലാണ്. അപ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യൻ്റെ വാഹനം ധ്വജവാഹനം എന്ന് പറയുന്നത് കോഴിയാണ്, സുബ്രഹ്മണ്യൻ്റെ വാഹനം എന്ന് പറയുന്നത് മയിലാണ്. അതേപോലെ തന്നെ നമ്മുടെ അയ്യപ്പൻ്റെ വാഹനം എന്ന് പറയുന്നത് പുലിയാണ്. അതേപോലെ തന്നെ അയ്യപ്പൻ്റെ ധ്വജവാഹനം എന്ന് പറയുന്നത് കുതിരയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അയ്യപ്പൻ്റെ ധ്വജവാഹനം എന്ന് പറയുന്നത് കുതിരയാണ്, അയ്യപ്പൻ്റെ വാഹനം എന്ന് പറയുന്നത് പുലിയാണ്. വ്യത്യാസം നോക്കുക. അപ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യൻ്റെ ധ്വജവാഹനം എന്ന് പറയുന്നത് കോഴിയും സുബ്രഹ്മണ്യൻ്റെ വാഹനം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മയിലുമാണ്. അതേപോലെ തന്നെ നമ്മുടെ അയ്യപ്പൻ്റെ ധ്വജവാഹനം എന്ന് പറയുന്നത് കുതിരയും അയ്യപ്പൻ്റെ വാഹനം എന്ന് പറയുന്നത് ഏതാണ്? അത് പുലിയുമാണ്. ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ, കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദേവവിഗ്രഹം സ്ത്രീശിലയാണെങ്കിൽ പീഠം ഏത് ശിലയിലായിരിക്കണം? നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതാണ്? പുരുഷശിലയാണ്, ഓപ്പോസിറ്റാണ്. അപ്പോൾ ദേവവിഗ്രഹം സ്ത്രീശിലയാണെങ്കിൽ പീഠം ഏത് ശിലയിലായിരിക്കണം? പീഠം പുരുഷശിലയിൽ ആയിരിക്കണം. അടുത്ത്, വൃഷയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കാണ്? വൃഷയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കാണ്? ഏത് ദിക്കാണ്? അത് കിഴക്ക് ദിക്കാണ്. അപ്പോൾ വൃഷയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കാണ്? അത് കിഴക്ക് ദിക്കാണ്. ധ്വജയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലേക്കാണ്? ധ്വജയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലേക്കാണ്? ഏത് ദിക്കിലേക്കാണ്? അത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. അപ്പോൾ ധ്വജയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലേക്കാണ്? പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. അടുത്ത ചോദ്യം, സിംഹയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലാണ്? സിംഹയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലാണ്? അത് വടക്ക് ദിക്കാണ്. അപ്പോൾ സിംഹയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലാണ്? അത് വടക്ക് ദിക്കിലാണ്. അപ്പോൾ വിഗ്രഹങ്ങളെ 8ആയി തരംതിരിച്ചതിൽ അവർക്ക് പറയുന്ന പേരുകൾ എന്തെല്ലാം? അപ്പോൾ വിഗ്രഹങ്ങൾ നമ്മൾ 8ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവയ്ക്ക് പറയുന്ന പേരുകൾ എന്തെല്ലാമാണ്? മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതൊക്കെയാണ്? ശൈലി, ദാരുമയി, ലൗഹി, ലേപ്യ, ലേഖ്യ, സൈത്തി, മനോമയി, പിന്നെ ഏതാണ്? മണിമയി. അപ്പോൾ നമ്മുടെ വിഗ്രഹങ്ങളെ 8ആയി തരംതിരിച്ചിരിക്കുന്നു. അവയ്ക്ക് പേരുകൾ എന്തൊക്കെയാണ്ടാ? ശൈലി, ദാരുമയി, ലൗഹി, ലേപ്യ, ലേഖ്യ, സൈത്തി, മനോമയി, മണിമയി. അടുത്ത്, ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര്. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? അത് ശൈലിയാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരെന്ത്? എന്താണ്? അത് ശൈലിയാണ്. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾ പറയുന്ന പേരെന്താണ്? ശൈലി. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പോവാം. അപ്പോൾ ദേവവിഗ്രഹം സ്ത്രീശിലയാണെങ്കിൽ പീഠം ഏത് ശിലയാണ്? പുരുഷശിലയാണ്. വൃഷയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലേക്കാണ്? കിഴക്ക് ദിക്കിലേക്കാണ്. ധ്വജയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കാണ്? പടിഞ്ഞാറ് ദിക്കാണ്. സിംഹയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം അതെങ്ങോട്ടാണ്? വടക്ക് ദിക്കാണ്. വിഗ്രഹങ്ങളെ 8ആയി തരംതിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേരുകൾ ഏതൊക്കെയാണ്? ശൈലി, ദാരുമയി, ലൗഹി, ലേപ്യ, ലേഖ്യ, സൈകതി, മനോമയി, മണിമയി. അടുത്ത്, ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? അത് ശൈലി എന്നാണ്. ഓക്കെ ആണല്ലോ. അടുത്ത്, തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ പറയുന്ന പേര് ദാരുമയി എന്നാണ്. അപ്പോൾ തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ദാരുമയി എന്നാണ് തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര്. ഗ്രാമാദികളിൽ ഏത് ദിക്കിലാണ് വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത്?
ഗ്രാമാദികളിൽ ഏതു ദിക്കിലാണ് വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത്? കിഴക്കും പടിഞ്ഞാറുമാണ്. അപ്പോൾ ഗ്രാമാദികളിൽ ഏതു ദിക്കിലാണ് വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത്? കിഴക്കും പടിഞ്ഞാറുമാണ്. ഗ്രാമാദികളിൽ ശിവക്ഷേത്രമാണെങ്കിൽ ഏത് ദിക്കിൽ നിർമ്മാണം നടത്തണം? ഏത് ദിക്കിലാണ്? അത് ഈശാന കോണിലാണ്. അപ്പോൾ ഗ്രാമാദികളിൽ ശിവക്ഷേത്രമാണ് എങ്കിൽ എന്താണ്, ഏത് ദിക്കിലാണ് നിർമ്മാണം നടത്തേണ്ടത്? അത് ഈശാന കോണിലാണ് നിർമ്മാണം നടത്തേണ്ടത്. അപ്പോൾ ഗ്രാമാദികളിൽ ശിവക്ഷേത്രമാണെങ്കിൽ ഏത് ദിക്കിലാണ് നിർമ്മാണം? ഈശാന കോണിലാണ്. ഗ്രാമാദികളിൽ ദുർഗയ്ക്കാണ് എങ്കിൽ ഏത് ദിക്കിലാണ് ക്ഷേത്രം? വായു കോണിലാണ്. അപ്പോൾ ഗ്രാമാദികളിൽ ദുർഗയ്ക്കാണ് ക്ഷേത്രമെങ്കിൽ ഏത് ദിക്കിലാണ്? അത് വായു കോണിലാണ്. ഗ്രാമാദികളിൽ സുബ്രഹ്മണ്യന് ഏത് ദിക്കിലാണ് ക്ഷേത്രം പണിയേണ്ടത്? അപ്പോൾ ഗ്രാമാദികളിൽ സുബ്രഹ്മണ്യന് ഏത് ദിക്കിലാണ് ക്ഷേത്രം പണിയേണ്ടത്? വടക്ക് ദിക്കിലാണ് ക്ഷേത്രം പണിയേണ്ടത്. അപ്പോൾ ഗ്രാമാദികളിൽ സുബ്രഹ്മണ്യന് ഏത് ദിക്കിൽ ക്ഷേത്രം പണിയേണ്ട? വടക്ക് ദിക്കിലാണ് ക്ഷേത്രം പണിയേണ്ടത്. ഗണപതിക്കും ശാസ്താവിനും ഗ്രാമാദികളിൽ ഏത് ദിക്കിൽ ക്ഷേത്രം നിർമ്മിക്കണം? നിര്യാതി കോണിലാണ് ക്ഷേത്രം നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഗണപതിക്കും ശാസ്താവിനും ഗ്രാമാദികളിൽ ഏത് ദിക്കിൽ ക്ഷേത്രം നിർമ്മിക്കണം? നിര്യാതി കോണിലാണ് ഗണപതിക്കും ശാസ്താവിനും ക്ഷേത്രം നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം. തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരാണ് ദാരുമയി. ഗ്രാമാദികളിൽ ഏത് ദിക്കിൽ വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കണം? കിഴക്കും പടിഞ്ഞാറും. ഗ്രാമാദികളിൽ ശിവക്ഷേത്രമാണെങ്കിൽ ഏത് ദിക്കിലാണ് നിർമ്മാണം? ഈശാന കോണിലാണ് നിർമ്മാണം. ദുർഗയ്ക്കാണ് ക്ഷേത്രമെങ്കിൽ ഏത് ദിക്കിലാണ്? അത് വായു കോണിലാണ്. ഗ്രാമാദികളിൽ സുബ്രഹ്മണ്യന് ഏത് ദിക്കിൽ ക്ഷേത്രം പണിയണം? വടക്ക് ദിക്കിൽ ക്ഷേത്രം പണിയണം. ഗണപതിക്കും ശാസ്താവിനും ഗ്രാമാദികളിൽ ഏത് ദിക്കിൽ ക്ഷേത്രം പണിയണം? നിര്യാതി കോണിലാണ് ഗണപതിക്കും ശാസ്താവിനും ക്ഷേത്രം പണിയേണ്ടത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ ഏതെല്ലാം? പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ ഏതെല്ലാമാണ്? ഈശാന, കിഴക്ക്, അഗ്നികോൺ, തെക്ക്. അപ്പോൾ പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ ഏതെല്ലാമാണ്? ഇതൊക്കെ തെക്ക് എന്നാണ് ഇത് തെറ്റുണ്ട്. അപ്പോൾ ഈശാനം, കിഴക്ക്, അഗ്നികോൺ, തെക്ക്. അടുത്ത്, ഗ്രാമാദികളിൽ കിഴക്ക് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൽ അവലംബിക്കുന്ന ദിക്കുകൾ ഏതെല്ലാം? ഗ്രാമാദികളിൽ കിഴക്ക് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൽ അവലംബിക്കുന്ന ദിക്കുകൾ ഏതെല്ലാം? നിര്യാതി, പടിഞ്ഞാറ്, വായുകോൺ, വടക്ക്. ഗ്രാമാദികളിൽ കിഴക്ക് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൽ അവലംബിക്കുന്ന ദിക്കുകൾ ഏതെല്ലാം? നിര്യാതി, പടിഞ്ഞാറ്, വായുകോൺ, വടക്ക്. ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാം? ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇവരുടെയാണ് ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ. അപ്പോൾ ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇവരുടെയാണ് ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാം? അഷ്ടദിക്പാലകന്മാരുടെയും സൂര്യൻ്റെയുമാണ് നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ. അപ്പോൾ നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അഷ്ടദിക്പാലകന്മാരുടെയും സൂര്യൻ്റെയുമാണ് നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ. സപ്തതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ചെറുദൈവ വിഗ്രഹങ്ങളാണ്. അപ്പോൾ സപ്തതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? ചെറു ദൈവങ്ങളെയാണ് സപ്തതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ. ഷഡ്താല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം അത് കുമാര വിഗ്രഹങ്ങളെയാണ്. അപ്പോൾ ഷഡ്താല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം ഏതാണ്? അത് കുമാരനാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പോവാം. പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ചെറിയൊരു
ടഫ് ചോദ്യമാണ് ഇതൊക്കെ. അപ്പോൾ പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ: ഈശാന, കിഴക്ക്, അഗ്നികോൺ, തെക്ക്. ഗ്രാമാദികളിൽ കിഴക്ക് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൽ അവലംബിക്കുന്ന ദിക്കുകൾ: നിര്യാതി, പടിഞ്ഞാറ്, വായുകോൺ, വടക്ക്. ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ അഷ്ടദിക്പാലകന്മാരുടെയും സൂര്യൻ്റെയുമാണ്. സപ്തതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ അത് ചെറുദൈവ വിഗ്രഹങ്ങളാണ്. ലാസ്റ്റ് പറഞ്ഞെന്താണ്? ഷഡ്താല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം ഏതാണ്? അത് കുമാര വിഗ്രഹങ്ങളാണ്. അടുത്ത ചോദ്യം: ദ്വിതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം ഏതല്ല? ദ്വിതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം ഏതല്ല? അത് മത്സ്യവും കൂർമ്മവുമാണ്. അപ്പോൾ ദ്വിതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം ഏതെല്ലാം വേണ്ട? മത്സ്യത്തെയും കൂർമ്മത്തെയുമാണ് ദ്വിതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങളെന്ന് പറയുന്നത്. അടുത്ത് ഏകതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം അത് നാഗമാണ്. ഇപ്പോൾ ഏകതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം ഏതാണ്? അത് നാഗമാണ്. അപ്പോൾ ഏകതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം ഏതാണ്? അത് നാഗമാണ്. യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു? യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു? ധ്വജസ്തംഭം. യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു? ധ്വജസ്തംഭത്തോട് ഉപമിക്കുന്നു. യാഗശാലയിലെ ഉത്തരവേദി എന്ന ശാല ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു? യാഗശാലയിലെ ഉത്തരവേദി എന്ന ശാല ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു? ബലിക്കൽ പുരയോട് ഉപമിക്കുന്നു. യാഗശാലയിലെ ഉത്തരവേദി എന്ന ശാല ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു? ബലിക്കൽ പുര. യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ എന്താണ്? യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ എന്താണ്? ബലിക്കല്ല്. യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ എന്താണ്? ബലിക്കല്ല്. വലിയ ബലിക്കലിന് പറയുന്ന പേര് ശ്രീബലിനാഥൻ. വലിയ ബലിക്കലിന് പറയുന്ന പേര് ശ്രീബലിനാഥൻ. വലിയ ബലിക്കലിന് പറയുന്ന പേര് ശ്രീബലിനാഥൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ദ്വിതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ മത്സ്യവും കൂർമ്മവും. ഏകതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം നാഗം. യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു? ധ്വജസ്തംഭം. യാഗശാലയിലെ ഉത്തരവേദി എന്ന ശാല ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു? ബലിക്കൽപുര. യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ എന്താണ്? ബലിക്കല്ലാണ്. വലിയ ബലിക്കലിന് പറയുന്ന പേര് ശ്രീബലിനാഥൻ. അടുത്ത ചോദ്യങ്ങളാണ്: യജ്ഞസമ്പ്രദായത്തിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണ് ഉള്ളത്? യജ്ഞസമ്പ്രദായത്തിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണ് ഉള്ളത്? ബിംബത്തിന്. യജ്ഞസമ്പ്രദായത്തിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണുള്ളത്? ബിംബത്തിന്. പ്രധാന അവതാരങ്ങൾ ഏതെല്ലാം? പ്രധാന അവതാരങ്ങൾ ഏതൊക്കെയാണ്? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. പ്രധാന അവതാരങ്ങൾ ഏതെല്ലാം? ഇതിൽ ദശാവതാരമില്ല. പ്രധാന അവതാരങ്ങൾ മത്സ്യ, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം വഹിക്കുന്നു? ശിരസ്. ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം വഹിക്കുന്നു? ശിരസ്. ക്ഷേത്രത്തിലെ അന്തരാളം മനുഷ്യ ശരീരത്തിൽ എന്ത് സ്ഥാനമാണ് ഉള്ളത്? മുഖം. ക്ഷേത്രത്തിലെ അന്തരാളം മനുഷ്യ ശരീരത്തിൽ എന്ത് സ്ഥാനമാണ് ഉള്ളത്? മുഖം. ശ്രീകോവിലിലെ സ്തംഭങ്ങൾ മനുഷ്യ ശരീരത്തിൽ എന്ത് സ്ഥാനം വഹിക്കുന്നു? കണ്ണുകൾ. ശ്രീകോവിലിലെ സ്തംഭങ്ങൾ മനുഷ്യ ശരീരത്തിൽ എന്ത് സ്ഥാനം വഹിക്കുന്നു? കണ്ണുകൾ. അർദ്ധമണ മനുഷ്യ ശരീരത്തിൽ എന്ത് സ്ഥാനമാണ് ഉള്ളത്? അർദ്ധമണ. അത് അർദ്ധമണയാണോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല.
അപ്പോൾ അത് കഴുത്താണ്. അർത്ഥമണി അങ്ങനെ എന്തെങ്കിലും ആണെന്ന് അറിയില്ല. പോട്ടെ. അപ്പോൾ അർത്ഥമണി. ഓക്കെ, മനുഷ്യത്തിൽ അത് കഴുത്താണ്, കഴുത്ത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചോദ്യം ഒന്നുകൂടി നോക്കാം. യജ്ഞസമ്പ്രദായത്തിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണുള്ളത്? ബിംബത്തിന്. പ്രധാന അവതാരങ്ങൾ: മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിൻ്റെ സ്ഥാനം ശിരസ്. ക്ഷേത്രത്തിലെ അന്തരാളം മനുഷ്യ ശരീരത്തിൽ മുഖമാണ്. ശ്രീകോവിലെ സ്തംഭങ്ങൾ മനുഷ്യ ശരീരത്തിൽ കണ്ണുകളാണ്. അർത്ഥമണ അത് മനുഷ്യ ശരീരത്തിലെ കഴുത്താണ്. അതൊന്ന് നോക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. മുഖമണ്ഡപം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നു? മുഖമണ്ഡപം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നു? ഹൃദയമാണ്. മുഖമണ്ഡപം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നു? ഹൃദയം. ധ്വജസ്തംഭം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നു? ധ്വജസ്തംഭം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നു? ലിംഗം. ധ്വജസ്തംഭം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നു? ലിംഗം. ബലിപീഠം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം വഹിക്കുന്നു? ഗുദം. ബലിപീഠം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം വഹിക്കുന്നു? ഗുദം. 5 തരംതിരിച്ചിരിക്കുന്ന ഗോപുരങ്ങൾക്ക് പറയുന്ന പേരുകൾ. 5 തരംതിരിച്ചിരിക്കുന്ന ഗോപുരങ്ങൾക്ക് പറയുന്ന പേരുകൾ: ദ്വാരശോഭ, ദ്വാരശാല, ദ്വാരപ്രസാദം, ദ്വാരഹർമ്മ്യം, ദ്വാരഗോപുരം. 5 തരംതിരിച്ചിരിക്കുന്ന ഗോപുരങ്ങൾക്ക് പറയുന്ന പേരുകൾ: ദ്വാരശോഭ, ദ്വാരശാല, ദ്വാരപ്രസാദം, ദ്വാരഹർമ്മ്യം, ദ്വാരഗോപുരം. അടുത്ത ചോദ്യം. പ്രദക്ഷിണത്തിലെ പ്ര എന്ന അക്ഷരം എന്തിനെ കുറിക്കുന്നു? പ്രദക്ഷിണത്തിലെ പ്ര എന്ന അക്ഷരം എന്തിനെ കുറിക്കുന്നു? സർവഭയങ്ങളെയും നശിപ്പിക്കുന്നത്. പ്രദക്ഷിണത്തിലെ പ്ര എന്ന അക്ഷരം എന്തിനെ കുറിക്കുന്നു? സർവഭയങ്ങളെയും നശിപ്പിക്കുന്നത്. പ്രദക്ഷിണത്തിലെ ദ എന്ന അക്ഷരം എന്തിനെ കുറിക്കുന്നു? പ്രദക്ഷിണത്തിലെ ദ എന്ന അക്ഷരം എന്തിനെ കുറിക്കുന്നു? മോക്ഷദായകം. പ്രദക്ഷിണത്തിലെ ദ എന്ന അക്ഷരം മോക്ഷദായകത്തെയാണ് കുറിക്കുന്നത്. പ്രദക്ഷിണത്തിലെ ഇക്ഷി എന്ന അക്ഷരം എന്തിനെ കുറിക്കുന്നു? പ്രദക്ഷിണത്തിലെ ഇക്ഷി എന്ന അക്ഷരം എന്തിനെ കുറിക്കുന്നു? രോഗനാശകം. പ്രദക്ഷിണത്തിലെ ഇക്ഷി എന്ന അക്ഷരം എന്തിനെ കുറിക്കുന്നു? രോഗനാശകം. പ്രദക്ഷിണത്തിലെ ന എന്ന അക്ഷരം എന്തിനെ കുറിക്കുന്നു? പ്രദക്ഷിണത്തിലെ ന എന്ന അക്ഷരം എന്തിനെ കുറിക്കുന്നു? ഐശ്വര്യദായകം. പ്രദക്ഷിണത്തിലെ ന എന്ന അക്ഷരം ഐശ്വര്യദായകത്തെയാണ് കുറിക്കുന്നത്. ക്ഷേത്രത്തിൽ ചുരുങ്ങിയത് എത്ര പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം? 3 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം. ക്ഷേത്രത്തിൽ ചുരുങ്ങിയത് എത്ര പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം? 3 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം. ക്ഷേത്രത്തിൽ 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യേണ്ടതിൻ്റെ തത്വം. ക്ഷേത്രത്തിൽ 3 പ്രദക്ഷിണം ചെയ്യേണ്ടതിൻ്റെ തത്വമെന്ത്? ദേവസന്നിധിയിലെത്താൻ ഭൂഭുവർ സ്വർലോകങ്ങളെ ചുറ്റേണ്ടതുകൊണ്ടാണ് 3 പ്രദക്ഷിണം ചെയ്യണമെന്ന് പറയുന്നത്. ദേവസന്നിധിയിലെത്താൻ ഭൂഭുവർ സ്വർലോകങ്ങളെ ചുറ്റേണ്ടതുകൊണ്ട്, അതുകൊണ്ടാണ് 3 പ്രദക്ഷിണം ചെയ്യേണ്ടതിൻ്റെ തത്വമെന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ 3 പ്രദക്ഷിണം ചെയ്യേണ്ടതിൻ്റെ തത്വമാണ് ദേവസന്നിധിയിലെത്താൻ ഭൂഭുവർ സ്വർലോകങ്ങളെ ചുറ്റേണ്ടത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊന്നുകൂടി നോക്കാം. പ്രദക്ഷിണത്തിലെ പ്ര എന്ന അക്ഷരം കുറിക്കുന്നത് സർവഭയങ്ങളെയും നശിപ്പിക്കുന്നതാണ്. പ്രദക്ഷിണത്തിലെ ദ എന്ന അക്ഷരം മോക്ഷദായകം. പ്രദക്ഷിണത്തിലെ ഇക്ഷി എന്ന അക്ഷരം രോഗനാശകം. പ്രദക്ഷിണത്തിലെ ന എന്ന അക്ഷരം ഐശ്വര്യദായകം. ക്ഷേത്രത്തിൽ ചുരുങ്ങിയത് എത്ര പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം? 3 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം. ക്ഷേത്രത്തിൽ 3 പ്രദക്ഷിണം ചെയ്യേണ്ടതിൻ്റെ തത്വം ദേവസന്നിധിയിലെത്താൻ ഭൂഭുവർ സ്വർലോകങ്ങളെ ചുറ്റേണ്ടത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്.